മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ദാത്തുർ റിഖാ എന്ന് പറയുന്ന യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. മഹാന്മാര് ചരിത്രം പറയുന്നുണ്ട്, ദാത്തുർ റിഖാ എന്ന യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പരിശുദ്ധമായ നബിക്ക് ക്ഷീണമുണ്ട്, സ്വഹാബത്തിന് ക്ഷീണമുണ്ട്. ലിമാദ് എന്ന് പറയുന്ന ഒരു ചികിത്സക്കാരുണ്ടായിരുന്നു. ലിമാദ് എന്നാണ് പേര്. ഭയങ്കര ചികിത്സക്കാരനാ, പേര് കേട്ട ചികിത്സാരിയ, ഭ്രാന്തി രോഗത്തിന് ചികിത്സ ചെയ്യുന്ന ഒരു നല്ല പേര് കേട്ട ഡോക്ടറാണ്. ഇയാളുടെ ചുവട്ടിലൊരു വാർത്ത എത്തി. എന്താ വാർത്ത എന്നറിയോ? മുഹമ്മദിന് ഭ്രാന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂപ്പര് വിചാരിച്ചു, ഏതായാലും മുഹമ്മദ് നല്ല ഒരു ഗോത്രത്തിൽ പിറന്നവരാ, ഒരു നല്ല തറവാട്ടുകാരനാ. മക്കയിൽ ഇതുപോലെയുള്ള ഒരു ഗോത്രം തന്നെയില്ല, അത്രയും വലിയ തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും മൂപ്പരൊന്ന് ചികിത്സിക്കാം, ആളുകളൊക്കെ ഭ്രാന്താണെന്ന് പറയുന്നുണ്ടല്ലോ. ചിന്തിക്കണം നമ്മൾ. കല്ലെടുത്തറിയല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ആരും പോകരുത് എന്ന് വരെ അബൂജഹൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്താ കാരണം എന്നറിയോ? നബിന്റെ അടുത്ത് പോയാൽ മുസ്ലിമായിട്ട് തിരിച്ചു പോരാണ്. നബിന്റെ അടുത്ത് പോകരുത് എന്ന് അബൂജഹൽ ആദ്യം പോയിക്കോളം പറഞ്ഞിരുന്നു, തലെടുക്കാൻ വേണ്ടിയിട്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളൊക്കെ പറഞ്ഞയച്ചിരുന്നു. പിന്നെ മൂപ്പർക്കും മനസ്സിലായി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വിട്ടിട്ട് കാര്യമില്ല. അവിടുത്തെ സ്വഭാവം, അവിടുത്തെ സ്വഭാവ മഹിമ, അവിടുത്തെ അഫ്വ്, അവിടുത്തെ ഹിൽമ്, ഇതൊക്കെ കണ്ടാൽ ആളുകൾ അങ്ങോട്ട് ഒഴുകാണ്, ആളുകൾ അങ്ങോട്ട് ഒഴുകാണ്. അബൂജഹൽ വരെ മുടക്കിയുന്ന ആളുകളെ നബിന്റെ അടുത്ത് പോകുന്നതില്ലെന്ന്. വലിയ സിഹറുകാരൻ. അടുത്തതായി വേദിയിൽ പ്രഭാഷണം നടത്തുന്നതിനായി അഭിവന്ദരായ ഉസ്താദ് ഉമർ ഹസനി മുറ്റിച്ചൂർ എന്നവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فقد قال الله تعالى في قرآنه الكريم: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا ونبينا ومولانا محمد وعلى آله وصحبه وسلم. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ നമ്മുടെ വന്യഗുരു ഷറഫുദ്ദീൻ ഉസ്താദ് അവറുകളെ, അതുപോലെ സയ്യിദ് അവറുകളെ, ഈ വേദിയിലും ഈ സദസ്സിലുമുള്ള ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഖുലഫാ നേതാക്കളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഹബീബായ തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഇതൊരു സബബായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരട്ടെ. അല്ലാഹു പുണ്യനബിയോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റി തെരുമാറാകട്ടെ. ബിഹഖ് സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നാം ഒരുപാട് ഈ വേദിയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പുണ്യനബിയുടെ സ്വഭാവ മഹിമയെക്കുറിച്ച് ഏതാനും വാക്കുകൾ മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഉസ്താദിൻ്റെ നസിഹത്തിന് വേണ്ടി, പ്രസംഗത്തിന് വേണ്ടി, അത് ശ്രവിക്കാൻ വേണ്ടി ഞാനും വന്നത് അതിനു വേണ്ടി തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വേദി ഒഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതന്മാരിൽ നിന്ന് ഇൽമ കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ഒരു അധ്യായം തന്നെ ഇഹ്യയിൽ കാണാൻ കഴിയും. അവിടെ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കസീറൽ ലറാഅ വൽ ഇബ്തിഹാലി ദായിമസ് സുആലി മിനല്ലാഹി അൻ യുസയ്യിനഹു ബിമഹാസിനിൽ ആദാബി വമകാരിമിൽ അഖ്ലാഖ്. ഇമാം ഗസാലി തങ്ങൾ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കസീറൽ ലറാഅ, ധാരാളം വിനയമുള്ള ആളായിരുന്നു. ചെറിയ വിനയത്തിന് ലറാഅ എന്ന പദം ഉപയോഗിക്കൂല എന്ന് നമുക്കൊക്കെ അറിയാം. അൽഫിയൽ പറഞ്ഞത് മാതിരി ഫഅലു നൗ മിഫഅലു നൗ ഫഅഉലു, ധാരാളം എന്ന ഒരു അർത്ഥത്തിന് ഫഅൽ വസ്നാണ് ഉപയോഗിക്കുന്നത്. ഇമാം ഗസാലി തങ്ങൾ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കസീറൽ ലറാഅ, ധാരാളം വിനയമുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല വൽ ഇബ്തിഹാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ഒരുപാട് താഴ്ന്നു കൊണ്ട് കേണപേക്ഷിക്കുന്നവരായിരുന്നു. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ദായിമസ് സുആലി മിനല്ലാഹ്, അല്ലാഹുവിനോട് സദാ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. ദായിമസ് സുആൽ, ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും ചോദിക്കുന്നു എന്നല്ല പറഞ്ഞത്, ദായിമസ് സുആൽ, അല്ലാഹുവിനോട് സദാ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു. എന്താ ചോദിക്കാറുള്ളത് നബിതങ്ങൾ? അയ്യുസയ്യിനഹു ബിമഹാസിനിൽ ആദാബി വമകാരിമിൽ അഖ്ലാഖ്, ഉത്തമമായ സ്വഭാവം കൊണ്ട്, ഉത്തമമായ സംസ്കാരം കൊണ്ട് അല്ലാഹുവേ ഈ മുഹമ്മദിനെ നീ അലങ്കരിക്കണേ. പരിശുദ്ധ നബിയുടെ അധിക സമയത്തുള്ള ചോദ്യമായിരുന്നു എന്നാണ് ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് പരിശുദ്ധ നബി ചോദിച്ചത്? അതും കൂടി മഹാനവറുകൾ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഹസ്സിൻ ഖൽഖി വഖുലുഖി, അല്ലാഹുവേ എൻ്റെ സൃഷ്ടിപ്പിനെയും എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവിനോട് സദാ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനാണല്ലോ. എല്ലാ അടിമകളുടെയും പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ. ഉദ്ഊനി അസ്തജിബ് ലക്കും. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിശുദ്ധമായ പ്രാർത്ഥന അങ്ങോട്ട് സ്വീകരിക്കണം. എന്നിട്ട് നബി തങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ സ്വഭാവമുള്ള ഒരു വ്യക്തിയായി
ഈ ലോകത്തേക്ക് നിയോഗിക്കാൻ അള്ളാഹു എന്ത് ചെയ്തെന്നറിയുമോ? ഫഅൻസലല്ലാഹു അൽ ഖുർആൻ, നബിക്ക് അദബ് പഠിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അങ്ങട് ഇറക്കി കൊടുത്തു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബികളിൽപ്പെട്ട ചിലർ ചോദിച്ചല്ലോ, പരിശുദ്ധ നബിയുടെ സ്വഭാവം എങ്ങനെ ഉള്ളതായിരുന്നു? മഹദിയായ ആയിഷ ബിവിയുടെ മറുപടി, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? അവര് പറഞ്ഞു, ഞങ്ങൾ പാരായണം ചെയ്യാറുണ്ട്. എന്നാൽ കേട്ടോളൂ, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം നിങ്ങൾക്കറിയണോ? ഖുലുഖുഹു വ ഖുലുഖുൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആന്റെ സ്വഭാവമാണ്. അതാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, അള്ളാഹുവിനോട് നബി തങ്ങൾ സദാ ദുആ ചെയ്തു, സൽ സ്വഭാവം കൊണ്ട് അലങ്കരിച്ചു തരണേ അല്ലാ. അള്ളാഹു മറുപടി കൊടുത്തത് പരിശുദ്ധ ഖുർആൻ ഇറക്കി കൊടുത്തുകൊണ്ടാണ്. ഖുർആനായിരുന്നു അവിടുത്തെ സ്വഭാവം. ഖുർആനിൽ നബി തങ്ങൾക്ക് അവിടുത്തെ സ്വഭാവത്തെ ഏറ്റവും ഉന്നതമാക്കാൻ വേണ്ടി ഒരുപാട് ആയത്തുകൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഇഹ്യയിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് ആയത്തുകൾ നബി തങ്ങളെ അദബ് പഠിപ്പിക്കാൻ വേണ്ടി. അള്ളാഹുവാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ നബി തങ്ങളെ ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയാക്കാൻ വേണ്ടി അള്ളാഹു ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലൂടെ ഇറക്കി കൊടുത്തു എന്നുള്ളതാണ്. നബി തങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു അവിടുന്ന് അഫ്വ്, മാപ്പ് ചെയ്യുന്നവരായിരുന്നു പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാപ്പ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു വിഷയമൊന്നല്ല. നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. പലപ്പോഴും നാം കോപിച്ചിട്ട് പോലും ഉണ്ടാകും. എപ്പോഴെങ്കിലൊക്കെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴെങ്കിലും മാപ്പ് ചെയ്തവരല്ല. എല്ലാ സമയത്തും അവിടുന്ന് അഫ്വിന്റെ, മാപ്പിന്റെ ഒരു ലോകം തന്നെയായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ദാത്തുർ റിഖാ എന്ന് പറയുന്ന യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. മഹാന്മാര് ചരിത്രം പറയുന്നുണ്ട്, ദാത്തുർ റിഖാ എന്ന യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പരിശുദ്ധമായ നബിക്ക് ക്ഷീണമുണ്ട്, സ്വഹാബത്തിന് ക്ഷീണമുണ്ട്. ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി സ്വഹാബികള് പുണ്യ നബിക്ക് വേണ്ടി ഒരു നല്ല മരത്തിന്റെ തണല് തെരഞ്ഞെടുക്കുകയാണ്. ആ മരത്തിന്റെ തണലിൽ പരിശുദ്ധ നബി വിശ്രമിക്കുകയാണ്. അവിടുത്തെ വാള് ആ മരത്തിൽ കൊത്തിവെക്കുകയും ചെയ്തു. മഹാന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാം വിവിധ ഭാഗങ്ങളിലായി, വിവിധ സ്ഥലങ്ങളിൽ ചുറ്റുവട്ടത്തായി അവിടെ വിശ്രമിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ അതുവഴിയിലൂടെ ഒരു അഅറാബി, ഒരു മുശ്രിക്കായ ഒരു ശത്രു ആ വഴിയിലൂടെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിദ്രയിലാണ്. അഅറാബി മനസ്സിലാക്കി നിദ്രയിലാണ്, മുഹമ്മദ് ഉറങ്ങുകയാണ്. ഇത് ഏറ്റവും നല്ല ഒരു അവസരമാണ് മുഹമ്മദിനെ വധിച്ചു കളയാൻ. ഇത് ഏറ്റവും നല്ല അവസരമാണ്. ഈ അവസരം മുതലാക്കണം. ഈ മുശ്രിക്കായ, ഈ അഅറാബിയായ മനുഷ്യന് പരിശുദ്ധ നബിന്റെ സമീപത്തേക്ക് കടന്നു ചെന്നിട്ട് പുന്നാര നബിന്റെ ആ മരത്തിൽ കൊത്തിവെച്ച വാള് കൈകൊണ്ടെടുത്തിട്ട് പുന്നാര നബിനെ ഉണർത്തിയിട്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദേ നിന്നെ കൊല്ലാൻ പോവുകയാണ്, മുഹമ്മദേ നിന്നെ വധിക്കാൻ പോവുകയാണ്. ആര് തടയും? നിന്റെ എല്ലാ അനുയായികളും ചുറ്റുവട്ടത്തെ നിദ്രയിലാണ്. ഈ സമയത്ത് എൻ്റെ ഈ വാളിന് നീ ഇരയാകാൻ പോകുന്നു, നിന്നെ ആര് തടയുമെന്ന് ശത്രു ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അവിടെ പറഞ്ഞ ഒരു രസകരമായൊരു വാക്കുണ്ട്. ആ വാക്കെനിക്ക് അറബി ഓർമ്മ വരുന്നില്ല. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്, നീ നല്ല ഒരു വാൾപിടുത്തക്കാരനാണല്ലോ. പരിശുദ്ധ നബിന്റെ വാക്കാണ്. നീ നല്ലൊരു വാൾപിടുത്തക്കാരനാണല്ലോ. പുഞ്ചിരിച്ചിട്ട് ചോദിച്ചത്, ദേഷ്യം പിടിച്ചിട്ടല്ല. അപ്പൊ മൂപ്പര് വീണ്ടും ദേഷ്യത്തിൽ പറയാം, ആര് തടയും എന്നിൽ നിന്ന്? നിന്നെ കൊല്ലാൻ പോവുകയാണ്.
പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പറഞ്ഞൊരു മറുപടിയുണ്ട്. അള്ളാഹു ആ മറുപടി പറയാനും ആ മറുപടി പഠിക്കാനും ആ മറുപടി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനും തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹ്. 3 പ്രാവശ്യം പറഞ്ഞു. അല്ലാഹ് അല്ലാഹ് 3 പ്രാവശ്യം പറഞ്ഞു. ശത്രുവിന്റെ കൈ വിറക്കാൻ തുടങ്ങി. വാള് നിലത്തേക്ക് വീണു. പരിശുദ്ധ നബിക്ക് എന്തിന് ആയുധത്തിന്റെ ആവശ്യം നബിക്കില്ലല്ലോ. നബിതങ്ങൾ അല്ലാ എന്ന് പറയുമ്പോഴേക്കും ആയുധം നിലത്ത് വീണു. ആ വാള് നബിതങ്ങൾ കയ്യിലെടുത്ത് എന്നിട്ട് തിരിച്ചൊരൊറ്റ ചോദ്യമാണ്, ഞാനിപ്പോ നിന്നെ വെട്ടാൻ പോവുക, നിന്നെ ആര് സംരക്ഷിക്കും? മൂപ്പർക്ക് അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. മൂപ്പർക്ക് അല്ലല്ലോ. മൂപ്പരാകെ പരിഭ്രാന്തനായി പേടിച്ച് വരച്ചു. അയാള് പറഞ്ഞു, മുഹമ്മദേ, എനിക്ക് നിന്നിൽ നിന്ന് രക്ഷ നേടാൻ എനിക്ക് ആരുമില്ല, ഞാൻ നിസ്സഹായനാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അത്അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം വഹിക്കുക, ഞാൻ അല്ലാഹുവിന്റെ ദൂതരാണ്, റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുക. മൂപ്പര് പറഞ്ഞു, ലാ ലാ ലാ, അതൊന്നും ഞാൻ പറയൂല. വലാകിൻ ഉആഹിദുക, പക്ഷേ മുഹമ്മദേ, നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്യുന്നു, കരാർ ചെയ്യുന്നു. ഇന്നു മുതൽ മുഹമ്മദേ, നിന്നോടോ നിന്റെ അനുയായികളോടോ ഇന്നു മുതൽ ഞാൻ യുദ്ധത്തിനോ വാളെടുക്കാനോ ശത്രുത ഉണ്ടാക്കാനോ തയ്യാറാവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും സഹാബത്തൊക്കെ അവിടെ എത്തി. ശബ്ദം കേട്ടിട്ട് മഹാന്മാരാകുന്ന സഹാബത്തെത്തി. ഖലീഫ ഉമറൊക്കെ വാള് ഊരിയെടുത്തു. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. മൂപ്പര് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ കാണാം, ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആളുകളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് വരുന്നു എന്നല്ല മൂപ്പര് പറഞ്ഞത്. മൂപ്പര് പറഞ്ഞത്, ഈ ലോകത്തിന് ഏറ്റവും വലിയ കാരുണ്യവാനായ ഒരാളുടെ സമീപത്തിൽ നിന്നാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നത് എന്ന് ആ അറാബിയായ മുശ്രിക്കായ മനുഷ്യൻ പറഞ്ഞു എന്നാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ അഫ്വ് എത്ര വലുതായിരുന്നു അവിടുത്തെ മാപ്പ് എന്നറിയോ. ലിമാദ് എന്ന് പറയുന്ന ഒരു ചികിത്സക്കാരുണ്ടായിരുന്നു. ലിമാദ് എന്നാണ് പേര്. ഭയങ്കര ചികിത്സക്കാരനാ, പേരുകേട്ട ചികിത്സാരിയ, ഭ്രാന്തി രോഗത്തിന് ചികിത്സ ചെയ്യുന്ന ഒരു നല്ല പേരുകേട്ട ഡോക്ടറാണ്. ഇയാളുടെ ചുവട്ടിലൊരു വാർത്ത എത്തി. എന്താ വാർത്ത എന്നറിയോ? മുഹമ്മദിന് ഭ്രാന്താണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂപ്പര് വിചാരിച്ചു, ഏതായാലും മുഹമ്മദ് നല്ല ഒരു ഗോത്രത്തിൽ പിറന്നവരാ, ഒരു നല്ല തറവാട്ടുകാരനാ. മക്കയിൽ ഇതുപോലെയുള്ള ഒരു ഗോത്രം തന്നെയില്ല, അത്രയും വലിയ തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും മൂപ്പരൊന്ന് ചികിത്സിക്കാം, ആളുകളൊക്കെ ഭ്രാന്താണെന്ന് പറയുന്നുണ്ടല്ലോ. ചിന്തിക്കണം നമ്മൾ. സൽസ്വഭാവം ശരിയായ രൂപത്തിൽ ആയിക്കഴിഞ്ഞാൽ ഭ്രാന്തനാകുന്ന ആൾക്കാരൊക്കെ പറയുമെന്ന് എനിക്ക് മനസ്സിലാവണത് അല്ലേ? ശരിയായ സൽസ്വഭാവ മനുഷ്യനായിക്കഴിഞ്ഞാൽ ഇന്നക്കല മജ്നൂൻ, നീ ഭ്രാന്തനാണെന്ന് ആൾക്കാർ പറയും. എന്തുകൊണ്ട്? പരിശുദ്ധ നബിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ ഭ്രാന്തനാണെന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു ദുശ്ശീലയില്ല. പരിശുദ്ധ നബി യശാമഗ്രിബിന്റെ ഇടയിൽ അങ്ങാടിയിലില്ല, കുടിക്കാനില്ല, വലിക്കാനില്ല, ഒരു തോന്നിവാസങ്ങൾക്കും പരിശുദ്ധ നബിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് പറയുന്നൊരു വാക്കാ, നിനക്ക് എന്താ ഭ്രാന്താണ്, ഇടക്കൊക്കെ ഒന്ന് അടിച്ചുകൂടെ എന്ന് അവർ ചോദിക്കും അല്ലേ? അതേ ശൈലി തന്നെയാണ് അവരും ഉപയോഗിച്ചത്. ഇന്നകല മജ്നൂൻ, നീ ഭ്രാന്തനാണ്. ഈ സുഖങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഇങ്ങനെ അന്തില്ലാതെ ജീവിക്കുക, ഇതാണ് അവരുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം. ഏതായാലും ഈ ലിമാദി എന്ന് പറയുന്ന ചികിത്സാരി പരിശുദ്ധ നബിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് നബിയോട് പറയാണ്, യാ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നല്ല ഒരു ഗോത്രത്തിൽ പിറന്നവരാ. നിന്റെ പോലെ ഒരു നല്ല ഗോത്രം ഈ ലോകത്ത് എവിടെ ഉണ്ടാവൂല. അതുകൊണ്ട് നിനക്ക് ഭ്രാന്താണെന്ന് ലോകര് പറയുന്നുണ്ട്. ഞാനാണെങ്കിലോ ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ഏറ്റവും പേരുകേട്ട ഒരു നല്ല ഡോക്ടറും കൂടിയാണ്. അതുകൊണ്ട് മുഹമ്മദ്, നിന്റെ ഭ്രാന്തിന് ഞാൻ ചികിത്സ നടത്തിക്കോട്ടെ. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? അല്ല, നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? അടുത്ത കല്ലുണ്ടോ നോക്കും
എടുത്തെറിയാൻ വേണ്ടി അല്ലേ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഭ്രാന്തിനെ ചികിത്സിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞില്ല, എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞില്ല. മറിച്ച് പരിശുദ്ധമായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഇതങ്ങ് പറഞ്ഞപ്പോ ലിമാദ് എന്ന ചികിത്സകാരി പുണ്യ നബിയോട് പറയുകയാണ്, അല്ലയോ പ്രഭു, അല്ലയോ പ്രഭു, അങ്ങയുടെ നാവിലൂടെ വന്ന വാക്കുകൾ ഒരു സാധാരണ വാക്കല്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങേക്ക് ജനങ്ങൾ പറയുന്നത് പോലെ ഒരു ഭ്രാന്തുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലയോ പ്രഭു, ഒന്നുകൂടി ആ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കൂ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൽഹംദുലില്ലാഹ്. വീണ്ടും പറഞ്ഞു, ആവർത്തിക്കും 3 തവണ. ലിമാദ് ഈ വാക്കുകൾ ആവർത്തിച്ച് കേട്ടതിന് ശേഷം അവിടുന്ന് കാൽക്കൽ മുന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഇതാണ് പുണ്യനബിന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോഴത്തേനും കല്ലെടുത്തറിയല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് ആരും പോകരുത് എന്ന് വരെ അബൂജഹൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്താ കാരണം എന്നറിയോ? നബിൻ്റെ അടുത്ത് പോയാൽ മുസ്ലിമായിട്ട് തിരിച്ചു പോരാണ്. നബിൻ്റെ അടുത്ത് പോകരുത് എന്ന് അബൂജഹൽ ആദ്യം പോയിക്കോളം പറഞ്ഞിരുന്നു, തലെടുക്കാൻ വേണ്ടിയിട്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളൊക്കെ പറഞ്ഞയച്ചിരുന്നു. പിന്നെ മൂപ്പർക്കും മനസ്സിലായി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വിട്ടിട്ട് കാര്യമില്ല. അവിടുത്തെ സ്വഭാവം, അവിടുത്തെ സ്വഭാവ മഹിമ, അവിടുത്തെ അഫ്വ്, അവിടുത്തെ ഹിൽമ്, ഇതൊക്കെ കണ്ടാൽ ആളുകൾ അങ്ങോട്ട് ഒഴുകാണ്. അബൂജഹൽ വരെ മുടക്കിയുന്ന ആളുകളെ നബിൻ്റെ അടുത്ത് പോകുന്നതില്ലെന്ന്. വലിയ സിഹറുകാരനാണെന്ന് അബൂജഹലിന്റെ വാക്ക്, അത് വേറെ വിഷയം. അവൻ വലിയ മായാജാലക്കാരനാണ്, അവൻ്റെ അടുത്ത് പോയാൽ അങ്ങോട്ട് വീണു പോകുന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അങ്ങനൊന്നല്ല. പരിശുദ്ധ നബിയുടെ സൽസ്വഭാവ മഹിമയാണ് ഇതിൻ്റെ കാരണം. അവിടുത്തെ സ്വഭാവം വിശുദ്ധ ഖുർആനാകുന്നു. ശുദ്ധ ഖുർആൻ നിങ്ങൾക്കറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സൽസ്വഭാവം, നമ്മളൊക്കെ സാധാരണ പലരെ കുറിച്ച് പറയാറുണ്ട്, സൽസ്വഭാവികളാണെന്നൊക്കെ പറയാറുണ്ട്. ജനാസ വെച്ച് കഴിഞ്ഞാൽ പറയാറുണ്ട്, ഇയാൾ നല്ല മനുഷ്യനായിരുന്നു, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത മനുഷ്യനായിരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും സൽസ്വഭാവത്തിൻ്റെ പല സർട്ടിഫിക്കറ്റുകളും നമ്മൾ കൊടുക്കാറുണ്ടില്ലേ? എന്നാൽ നമ്മളൊരിക്കലും മനസ്സിലാക്കരുത്, പുന്നാരി നബിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മളിൽപ്പെട്ട സൽസ്വഭാവികളെപ്പോലെ ഒരു സൽസ്വഭാവിയാണ് എന്നൊരിക്കലും മനസ്സിലാക്കരുത്. അങ്ങനൊന്നല്ല. പരിശുദ്ധ നബിയുടെ സൽസ്വഭാവം അസാധാരണ സൽസ്വഭാവമായിരുന്നു. അവിടുത്തെ സ്വഭാവം ഒരാൾക്കും അതുപോലെ അനുകരിക്കാൻ പോലും സാധിക്കില്ല. അത്രയേറെ മുകളിലാണ് പരിശുദ്ധ നബിയുടെ വിശുദ്ധമായ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു അസാധാരണ സ്വഭാവം തന്നെയാണ്. അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം നബിക്ക് ഖിദ്മത്ത് ചെയ്ത മഹാൻ അനസ് റളിയല്ലാഹു. വല്ലതൊരു ഭാഗ്യമാണത്. 10 വർഷം കുട്ടിപ്രായത്തിലെ ഖിദ്മത്ത് ചെയ്തു. ഈ അനസ് റളിയല്ലാഹു അൻഹു സഹവസിച്ചവരല്ലേ, സൽസ്വഭാവം സർട്ടിഫിക്കറ്റ് തരണ്ടല്ലേ? കൂടുള്ളവരെ സർട്ടിഫിക്കറ്റ് തരേണ്ടത്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുന്ന ഒരാളെ കുറിച്ച് ആരും സർട്ടിഫിക്കറ്റ് കൊടുക്കുമോ? ഇപ്പം ഞാനിവിടെ വന്നു, ആദ്യമായിട്ട് നിങ്ങളൊക്കെ കാണുന്നത്, സർട്ടിഫിക്കറ്റ് തരുമോ ആൾ ഉഷാറാണെന്ന്? അത് സർട്ടിഫിക്കറ്റേ അല്ല, കൂടുള്ളവരെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. 10 വർഷം കൂടെ ജീവിച്ചു മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. 10 വർഷം ജീവിച്ചിട്ട് ആ 10 വർഷക്കാലത്തെ ജീവിതത്തെക്കുറിച്ച് അനസ് തങ്ങൾ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ഈ 10 വർഷം പുന്നാരി നബിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നബിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്താൽ ഉഫിൻ ഛേ എന്നൊരു വാക്ക് പുണ്യ നബിൻ്റെ നാവിലൂടെ ഞാൻ കേട്ടിട്ടില്ലെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, സഹോദരങ്ങൾ, ഇതൊരു അസാധാരണ സ്വഭാവമാണ്.
നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ മക്കളെ പോലെ എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ചില വിഷയങ്ങളിൽ. അങ്ങനെ ചെയ്യേണ്ടിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇത് നമുക്കൊന്നും സാധ്യമല്ല എന്നെനിക്ക് മനസ്സിലാവണത്, എൻ്റെ ചെറിയ അറിവിൽ മനസ്സിലാവണത്. ഉഫിനെന്ന് 10 വർഷത്തിൻ്റെ അടുക്ക് ഞാൻ പുന്നാര നബി എന്ന് കേട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ അതെന്തിന് ചെയ്തു എന്ന് നബി തങ്ങൾ പറയുന്നത് എൻ്റെ ചെവിയിൽ ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതിരുന്നാൽ എന്തിന് ചെയ്തില്ല എന്ന് നബി തങ്ങൾ ചോദിച്ചിട്ടില്ല. അവിടുത്തെ സ്വഭാവം അപാരം തന്നെ മുഅ്മിനീങ്ങളെ, നമുക്കാർക്കും അത് സാധ്യമല്ല. അതായത് ഇമാം ഉസൂരി തങ്ങൾ പറഞ്ഞത് എല്ലാ നബിമാർക്കും മുകളില. ഏത് വിഷയത്തിൽ? സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും എല്ലാ നബിമാർക്കും മുകളിലാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആ നബിയുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം എന്നാണ് ഈ സന്ദർഭത്തിൽ എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കാനുള്ളത്. നബിയുടെ ജീവിതം പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ ജീവിതം ശരിക്കും പഠിക്കേണ്ടതാണ്. അത് പഠിച്ച് അതനുസരിച്ച് പരമാവധി ജീവിക്കാൻ നമ്മൾ ഒരുങ്ങിയാൽ നമ്മളും എന്താകും? സൽസ്വഭാവികളാകും. ഉറപ്പ സൽസ്വഭാവികളാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചന്ദനം ചരിയാൽ ചന്ദനം മണക്കും, അത് ഉറപ്പാ. പുന്നാര നബിയെ പഠിക്കൂ, ആ നബിയുടെ മാർഗം അവലംബിക്കൂ, അവിടുത്തെ സ്വഭാവം പിൻപറ്റൂ. ഇതിനേക്കാൾ നല്ലൊരു സ്വഭാവം ലോകത്തില്ല. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു തരണേ അല്ലാ. ഹൃദയത്തിന് ശുദ്ധി നൽകണേ തമ്പുരാനെ, തഖ്വ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, ഭക്തി നൽകണേ അല്ലാ. അള്ളാഹു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ കാരണം കൊണ്ട് അള്ളാഹുവെ മുസ്തഫ നബിയോടുകൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.